വെൽക്കം ടു ജി ടി എഡ്യൂക്കേഷൻ. ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം 10th ക്രിസ്മസ് എക്സാമിനേഷൻ നടക്കുകയാണ് സ്റ്റേറ്റിന്റെ. 10th സ്റ്റേറ്റ് മാത്രമല്ല CBSEക്കും ICSEക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ക്രിസ്മസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, ദ റേഡിയ ഓഫ് ടു ഹെമിസ്ഫിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 1:2. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയസ്? ഇപ്പോൾ ചോദ്യം എന്താണ്? റേഡിയ എന്ന് പറയുന്ന റേഡിയസിന്റെ പ്ലൂറലാണ്. അതായത് രണ്ട് ഹെമിസ്ഫിയേഴ്സിന്റെ റേഡിയസിന്റെ റേഷ്യോ 1:2 ആണ്, 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് ഹെമിസ്ഫിയേഴ്സിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹെമിസ്ഫിയറിന്റെ റേഡിയസ് 6 ആയിട്ടും രണ്ടാമത്തെ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് 2r ആയിട്ട് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് 2r ആയിട്ട് എടുക്കുന്നത്? കാരണം റേഡിയസ് എന്നുള്ള റേഷ്യോ 1:2 ആണ്. അപ്പോ നമ്മൾ രണ്ട് റേഡിയസിന്റെ നമ്പറുകളാണെങ്കിൽ ഇപ്പൊ ആദ്യത്തെ ഒന്നാണെങ്കിൽ പിന്നത്തെ റേഡിയസ് 2 ആയിരിക്കും. അതാണ് 1:2ന്റെ മീനിങ്. അതുകൊണ്ടാണ് 6 എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പൊ അതിന്റെ ആദ്യത്തിന്റെ റേഡിയസ് 6ഉം പിന്നത്തെ 2r ആയിട്ട് എടുക്കും. ഇനി എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയസ്? അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സർഫസ് ഏരിയാസിന്റെ റേഷ്യോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 3πr² ആണ്. 3πr². ഇവിടെ r എന്ന് പറയുന്നത് 1 ആണ്. നമ്മളെ റേഡിയസ് 1:2 ആണ്. അതുകൊണ്ടാണ് റേഡിയസിന് 6 ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഈ സെക്കൻഡ് ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ സെയിം തന്നെയാണ്, 3πr² തന്നെയാണ്. പക്ഷെ ഇവിടെ r എന്ന് പറയുന്നത് എന്താണ്? r എന്ന് പറയുന്നത് ഇവിടെ 2r ആണ്. r എന്ന് പറയുന്നത് 2r ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. 3πr എന്ന് പറയുന്നത് നമ്മൾ 2r². ശ്രദ്ധിക്കുക, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ബ്രാക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ കറക്റ്റ് തെറ്റും. അപ്പൊ എന്ത് വരും? അപ്പൊ 3π ഇൻറ്റു 2ന്റെ സ്ക്വയർ 4, r-ന്റെ സ്ക്വയർ r². അപ്പൊ 3π ഇൻറ്റു 4r², ദാറ്റ് ഈസ് 12πr². 12πr² എന്നുള്ളതാണ് രണ്ടാമത്തെ സെക്കൻഡ് സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 12πr². ആദ്യം തന്നെ 3πr². ഇതിന്റെ റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്? ഫസ്റ്റ് ഹെമിസ്ഫിയറിന്റെ റേഷ്യോ ഈസ് ടു സെക്കൻഡ് ഹെമിസ്ഫിയറിന്റെ റേഷ്യോ, ദാറ്റ് ഈസ് 3πr² ഈസ് ടു 12πr². അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താം. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് 3πr²/12πr² ആണ്. A:b എന്നതിന്റെ മീനിങ് A/b ആണ്. അപ്പൊ ഇവിടെ പൈ വെട്ടിപ്പോയി, r² കട്ട് ചെയ്ത് പോയി. 3 ഒരു പ്രാവശ്യം, 12 3 4 പ്രാവശ്യം. അപ്പൊ അങ്ങനെ നമുക്ക് റേഷ്യോ എന്ത് കിട്ടും? 1:4. ഓക്കെ. ഇനി ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞ പൈനെ 3 എന്ന് പറയുന്നത് ഇവിടെ 1, ഇവിടെ 4 വരും. പൈ വെട്ടിപ്പോവും, r² 1:4. അപ്പൊ ഇതാണ് ഇതിന്റെ റേഷ്യോ. അപ്പൊ ഇത് വളരെ എളുപ്പമുള്ളതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് അയക്കുക.